പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ചെക്ക് ആണ്. അപ്പം ചെക്ക് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇനി എന്താണ് ടൈപ്സ് ഓഫ് ചെക്ക്, ഏതൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ചെക്ക് എന്താണെന്ന് നോക്കാം. എ ചെക്ക് ഈസ് എ റിട്ടൺ, ഡേറ്റഡ് ആൻഡ് സൈൻഡ് ഡോക്യുമെന്റ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് എ ബാങ്ക് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ഫ്രം ദ ഡ്രോയേഴ്സ് അക്കൗണ്ട് ടു ദ പേയി. എന്താ പറയുന്നത്? ഇതൊരു റിട്ടേൺ ചെയ്തിട്ടുള്ള ഡേറ്റ് ഒക്കെ ഇട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് ബാങ്കിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു എമൗണ്ട് ഓഫ് മണി പേയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ബാങ്കിന്, അല്ലേ? ഡ്രോയേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ചെക്ക് എന്ന് പറയാം. ഓക്കെ. A check as defined under Section 6 of the Negotiable Instrument Act 1881 is a bill of exchange drawn on a specified banker and not expressed to be payable or otherwise than on demand. എന്താ പറയുന്നത്? സെക്ഷൻ 6-ലാണല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 6-ലാണ് ചെക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ബാങ്കിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. ഡിമാൻഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ കൊടുക്കരുത്. ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ചെക്കിൻ്റെ പേയ്മെൻറ്റ് നടത്തുക. ഓക്കെ. ഇനി ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ചെക്ക് നോക്കാം. ഒന്നാമത്തതാണ് ബിയറർ ചെക്ക്. ദ ബിയറർ ചെക്ക് ഈസ് എ ടൈപ്പ് ഓഫ് ചെക്ക് ഇൻ വിച്ച് ദ ബിയറർ ഈസ് ഓതറൈസ്ഡ് ടു ഗെറ്റ് ദ ചെക്ക് എൻകാഷ്ഡ്. This means the person who carries the check to the bank has the authority to ask the bank for encashment. എന്താ പറയുന്നത്? ആരാണോ കൊണ്ടു ചെല്ലുന്നത് ആൾക്ക് ക്യാഷ് വാങ്ങാനുള്ള അധികാരമുണ്ട്. അതാ പറയുന്നത്. ആരാണോ ബാങ്കിൽ ചെക്കുമായിട്ട് ചെല്ലുന്നത് അവർക്ക് പൈസ കൊടുക്കാം. ഓക്കെ. ദിസ് ടൈപ്പ് ഓഫ് ചെക്ക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്യാഷ് വിഡ്രോവൽ. ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ചെക്കുകൾ യൂസ് ചെയ്യുക. ദിസ് കൈൻഡ് ഓഫ് ചെക്ക് ഈസ് എൻഡോസബിൾ. നോ കൈൻഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ ബിയറർ ഓഫ് ദ ചെക്ക്. എന്ന് പറഞ്ഞാൽ വരുന്ന ആൾ ഇങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല. അതിൻ്റെ ഓണർ തന്നെ, ഈ ചെക്കിൻ്റെ ഉടമസ്ഥൻ തന്നെ വരണമെന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്, ആ കൊണ്ടുപോകുന്ന ആൾക്ക് പൈസ വാങ്ങാം. ഓക്കെ. അപ്പോൾ അതാണ് ബിയറർ ചെക്ക്. ബിയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ബിയറർ ആരാണോ കയ്യിൽ പിടിക്കുന്നത് ആ ചെക്കുമായി ചെല്ലുന്ന അവർക്ക് പൈസ കൊണ്ടുപോകാം. അടുത്തത് ഓർഡർ ചെക്ക്. This type of check cannot be endorsed, that is, only the payee whose name has been mentioned in the check is liable to get cash for that amount. The drawer needs to strike the or bearer mark as mentioned on the check so that the check can only be encashed to the payee. Okay. ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെക്കിൻ്റെ അകത്ത് ഒരാളുടെ പേരുണ്ടാവും. ആ പേരുള്ള ആൾക്ക് മാത്രമേ ബാങ്ക് പേയ്മെൻറ്റ് നൽകാൻ പാടുള്ളൂ. അപ്പം ആരുടെ പേരാണോ ചെക്കിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ ആൾക്ക് മാത്രമേ ക്യാഷ് കിട്ടാനുള്ള അവകാശമുള്ളൂ. ഓക്കെ. അതാണ് ഓർഡർ ചെക്ക്. ഇനി ക്രോസ്ഡ് ചെക്ക്. ക്രോസ്ഡ് ചെക്ക് നമ്മൾ ക്രോസിങ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പം എന്താണെന്ന് ഏകദേശം അറിയായിരിക്കും. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ചെക്ക് നോ ക്യാഷ് വിഡ്രോവൽ ക്യാൻ ബി ഡൺ. ദ എമൗണ്ട് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം the drawer's account to the payee's account. Any third party can visit the bank to submit the check. എന്താ പറയുന്നത്? ഇതിൽ ക്യാഷ് വിഡ്രോവൽ നടക്കൂല. ക്യാഷ് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ. അപ്പം ഇപ്പോൾ ഡ്രോയേഴ്സിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരുടെ അക്കൗണ്ടിലേക്കാണോ നമുക്ക് പണം വേണ്ടത് ആ പേയീസിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതാണ് ക്രോസിങ്ങിൻ്റെ പ്രത്യേകത. ഇതിൽ ആർക്ക് വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. ചെക്ക് കൊണ്ടുപോയിട്ട് എനി തേർഡ് പാർട്ടി ക്യാൻ സബ്മിറ്റ്. ഇൻ കേസ് ഓഫ് ക്രോസ്ഡ് ചെക്ക് ദ ഡ്രോയർ മസ്റ്റ് ഡ്രോ 2 ലൈൻസ് അറ്റ് ദ ലെഫ്റ്റ് ടോപ്പ് കോർണർ ഓഫ് ദ ചെക്ക്. എന്താണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 പാരലൽ ലൈൻസ് വരയ്ക്കും, അല്ലേ? 2 ലൈൻസ് വരയ്ക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോസിംഗ് എന്ന് പറയുക, അല്ലേ? അപ്പം ഈ ക്രോസിങ്ങിൻ്റെ പ്രത്യേകത ഇവിടെ എന്താ പറയുന്നത്? ക്രോസ്ഡ് ചെക്കാണെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്കേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, കയ്യിൽ പണം കൊടുക്കില്ല. ഓക്കെ. ഇനി അക്കൗണ്ട് പേയി ചെക്ക്. നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ദ എമൗണ്ട് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ഡയറക്ട്ലി ടു ദ പേയീസ് അക്കൗണ്ട് നമ്പർ. ഓക്കെ. അക്കൗണ്ട് പേയി ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ആവശ്യമില്ല. നോ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഈസ് റിക്വയർഡ്. മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് പേയീസിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും എന്നാണ് പറയുന്നത്. ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് പേയി ചെക്ക്, 2 lines are made on the left top corner of the check labeling it for account payee. കണ്ടോ, ഈ ചെക്കിൻ്റെ അകത്ത് മുകളിൽ 2 ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് അക്കൗണ്ട് പേയി എന്ന് എഴുതിയേക്കുന്നതുണ്ടോ. അപ്പം അത് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട് പേയിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അക്കൗണ്ട് പേയി ചെക്കിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി സ്റ്റെയിൽ ചെക്ക്. In India, any check is valid only until 3 months from the date of issue. എന്നാണോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് അന്ന് മുതൽ 3 മാസം മാത്രമേ ഒരു ചെക്കിന് വാലിഡിറ്റി ഉള്ളൂ. എവിടെ? നമ്മുടെ ഇന്ത്യയിൽ കേട്ടോ. അപ്പം if a payee moves to the bank to get a withdrawal for a check which was signed 3 months ago, the check shall be declared a stale check. അപ്പം 3 മാസം മുമ്പേ സൈൻ ചെയ്ത് കൊടുത്ത ഒരു ചെക്കാണെങ്കിൽ അത് ഇല്ലാണ്ടായി പോകും കേട്ടോ, സ്റ്റെയിൽ ചെക്കായി പോകും. അപ്പം 3 മാസമാണ് വാലിഡിറ്റി എങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, സ്റ്റെയിൽ ചെക്ക് എന്ന് പറയാം. ഇനി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഇഫ് എ ഡ്രോയർ വാണ്ട്സ് ദ പേയി ടു അപ്ലൈ ഫോർ വിഡ്രോവൽ ഓർ ട്രാൻസ്ഫർ ഓഫ് മണി ആഫ്റ്റർ ദ പ്രസൻറ്റ് ഡേറ്റ്, ദെൻ ഹി ഓർ ഷീ ക്യാൻ ഫിൽ എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. എന്താ പറയുന്നത്, കറണ്ട് ഡേറ്റ് അല്ലാതെ ഇന്നത്തെ ദിവസമാണ് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല, നാളെ മുതൽ എടുക്കാം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസമല്ല, അത് കഴിഞ്ഞിട്ട് ഏത് ദിവസം വേണമെങ്കിൽ ഇവർക്ക് ഈ ചെക്ക് കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാനോ അല്ലെ മണി ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പ്രസൻറ്റ് ഡേറ്റ് കഴിഞ്ഞ് ഏത് ഡേറ്റിൽ വേണം നടക്കും. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് പ്രസൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് പി എന്ന് ആലോചിച്ചാൽ മതി, പി പോസ്റ്റ്. അപ്പം പ്രസൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഡേറ്റഡ് എന്ന് കണ്ടിട്ടുണ്ട്, പ്രസൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എന്ന് ഓർത്താൽ മതി. അപ്പോൾ അതെന്താണ്, ഫ്യൂച്ചർ ഡേറ്റ് അല്ലേ, ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും പോസ്റ്റ് ഡേറ്റ് ചെക്ക് ഉണ്ടാവുക. എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഈസ് എ ചെക്ക് വിഡ്രോൺ വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ്, മീനിങ് ഇറ്റ് കനോട്ട് ബി ക്യാഷ്ഡ് ഓർ ഡെപ്പോസിറ്റഡ് ബിഫോർ ദ സ്പെസിഫൈഡ് ഡേറ്റ്. ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുമ്പായിട്ട് നമുക്കിത് ക്യാഷ് കിട്ടാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അല്ലേ. ഓക്കെ, അടുത്തത് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ഇഫ് ദ ഡ്രോയർ മെൻഷൻസ് എ ഡേറ്റ് പ്രയർ ടു ദ കറണ്ട് ഡേറ്റ് ഓൺ ദ ചെക്ക്, ഇറ്റ് ഈസ് കോൾഡ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. എന്താ പറയുന്നത്, കറണ്ട് ഡേറ്റിൻ്റെ മുമ്പേ ഉള്ള ഡേറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോയർ അതാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിനാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുക. ഡേറ്റ് പ്രയർ ടു ദ കറണ്ട് ഡേറ്റ്, കറണ്ട് ഡേറ്റിന് മുമ്പുള്ള ഡേറ്റ്. ഇനി സെൽഫ് ചെക്ക്. സെൽഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡ്രോയർ വിഷസ് ക്യാഷ് ഫോർ ഹിംസെൽഫ്, he can issue a check where in a place of the payee's name he can write self and get encashment from the branch where he owns an account. എവിടെയാണോ അദ്ദേഹത്തിന് അക്കൗണ്ട് ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാഷ് വേണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സെൽഫ് എന്ന് എഴുതിയിട്ട് പേയിൻ്റെ നെയിം കൊടുക്കുന്ന സ്ഥലത്ത് സെൽഫ് എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം അല്ലേ. ഓക്കെ, സെൽഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുന്ന എമൗണ്ട് ആയിരിക്കും അത്. ഇനി ട്രാവലേഴ്സ് ചെക്കാണ്. ആസ് ദ നെയിം സജസ്റ്റ്, ദ ട്രാവലേഴ്സ് ചെക്ക് ക്യാൻ ബി യൂസ്ഡ് വെൻ എ പേഴ്സൺ ഈസ് ട്രാവലിംഗ് അബ്രോഡ് വെർ ദ ഇന്ത്യൻ കറൻസി ഈസ് നോട്ട് യൂസ്ഡ്. എവിടെയാണോ ഇന്ത്യൻ കറൻസി യൂസ് ചെയ്യാത്ത അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ട്രാവലേഴ്സ് ചെക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ട്രാവലേഴ്സ് ചെക്കിന് മറ്റൊരു ഗുണം കൂടെ ഉണ്ട്, നമ്മൾ ക്യാഷായിട്ട് കയ്യിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ചെക്ക് കയ്യിൽ പിടിച്ചാൽ മതി, നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകും, ക്യാഷ് കളഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട ആവശ്യമില്ല. If a person is traveling abroad, he can carry the traveler's check and get encashment for the same in abroad countries. അപ്പം നമുക്ക് മറ്റൊരു കൺട്രിയിൽ ചെന്നിട്ടുണ്ടെങ്കിലും നമുക്കിത് ക്യാഷാക്കി കിട്ടും, ഈ ഒരു ട്രാവലേഴ്സ് ചെക്ക് ക്യാഷാക്കി കിട്ടും കേട്ടോ. ട്രാവലേഴ്സ് ചെക്ക് ഡു നോട്ട് ഹാവ് ആൻ എക്സ്പയറി ഡേറ്റ്, മീനിങ് ദേ റിമെയിൻ വാലിഡ് indefinitely and can be used for or redeemed at any time in the future. എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇതിന് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്
Mutilated check. If a check reaches the bank in a torn condition, it is called a mutilated check. If the check is torn into 2 or more pieces and the relevant information is torn, the bank shall reject the check. എന്താ പറയുന്നത്, 2-3 കഷ്ണമായിട്ട് ചെക്ക് ഉണ്ടാവും. അപ്പോൾ ആ ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുത്ത് അവർ സ്വീകരിക്കുമോ? ഇല്ല. അത് തന്നെ മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യും. കാരണം അതിൽ മെയിൻ ഇൻഫർമേഷനൊക്കെ കീറി പോയിട്ടുണ്ടെങ്കിൽ ചെക്ക് എടുക്കില്ല, റിജക്റ്റ് ആവും. ഡിക്ലെയർ ഇറ്റ് ഇൻവാലിഡ്, അത് ഇൻവാലിഡ് ആയിരിക്കും. അണ്ടിൽ ദ ഡ്രോയർ കൺഫേംസ് ഇറ്റ് വാലിഡേഷൻ, അതിൻ്റെ വാലിഡേഷൻ ഡ്രോയർ കൺഫേം ചെയ്യുന്നവരെ അതിനെ റിജക്റ്റ് ചെയ്യും, ഇൻവാലിഡ് ആയിട്ടേ കണക്കാക്കുള്ളൂ. ഇഫ് ദ ചെക്ക് ഈസ് ടോൺ ഫ്രം the corners and all the important data on the check is intact, then the bank may process the check further. ഇപ്പം അതിൻ്റെ സൈഡിലൊക്കെയാണ് കീറി പോയതെങ്കിൽ ബാങ്ക് ഒന്നും കൂടെ പ്രോസസ്സ് ചെയ്യും, ചെക്ക് നോക്കിയിട്ടൊക്കെ കൊടുക്കുള്ളൂ. ഓക്കെ, ഇതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ 2-3 കഷ്ണമായിട്ട് ചെക്ക് കീറി പോയിട്ടുണ്ടാവാം, അതിനെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുക. ഇനി അടുത്തത് ബ്ലാങ്ക് ചെക്ക്. When a check only has a drawer's signature and all the other fields are left empty, then such a type of check is called a blank check. ആകെ ചെയ്യുക, ചെക്കിൻ്റെ അകത്ത് ഡ്രോയറിൻ്റെ സിഗ്നേച്ചർ മാത്രം കൊടുക്കും, ബാക്കിയുള്ള ഭാഗമൊന്നും ഫില്ല് ചെയ്യില്ല, എംറ്റി ആയിട്ടിടും. അങ്ങനെയുള്ള ചെക്കുകളെയാണ് നമ്മൾ ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുക. സൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ ചെക്കിൽ. ഓക്കെ, ഇനി എസെൻഷ്യൽസ് ഓഫ് ചെക്ക്. ഒരു ചെക്കിൻ്റെ മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ്. അൺകണ്ടീഷണൽ ഓർഡർ. എന്താ പറയുന്നത്, ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ആയിരിക്കും അല്ലേ, പൈസ ഇന്ന ആൾക്ക് കൊടുക്കണം, കൊണ്ടുചെല്ലുന്ന ആൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ഓർഡർ അല്ലേ അത്. ഇനി ചെക്സ് പേയ്മെൻറ്റ് ഈസ് ഓൾവേസ് ഇൻ ക്യാഷ് ആയിട്ടായിരിക്കും പേയ്മെൻറ്റ് കിട്ടുക. ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ പർട്ടിക്കുലർ ബാങ്ക്. ഏതെങ്കിലും ഒരു ബാങ്ക് ആയിരിക്കും ഇത് എന്ത് ചെയ്യുക, ചെക്ക് ഡ്രോൺ ചെയ്യുക അല്ലേ. ഇനി പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് എപ്പോൾ കൊണ്ടുചെല്ലുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കണം. അപ്പം പേയബിൾ ഓൺ ഡിമാൻഡ്. സിഗ്നേച്ചർ ഓൺ ദ എക്സ്ചേഞ്ചർ ഈസ് മാൻഡേറ്ററി ആൻഡ് ഷുഡ് ബി ഓൺലി ബൈ ദ മേക്കർ. അപ്പം ചെക്ക് എഴുതുന്ന ആൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് സൈൻ ചെയ്യണം അല്ലേ. അപ്പം സിഗ്നേച്ചർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ദ എമൗണ്ട് ഈസ് ഓൾവേസ് എ സർട്ടൻ സം ഓഫ് മണി ഫ്രം വൺസ് അക്കൗണ്ട്. അപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഓഫ് മണി പോവും. ചെക്ക് എന്ന് പറഞ്ഞാൽ എമൗണ്ട് പിൻവലിക്കാനല്ലേ, അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ല, സർട്ടൻ സം ഓഫ് മണി. ദിസ് ക്യാഷ് എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ് ടു ദ പേഴ്സൺസ് മെൻഷൻഡ് therein ഓർ ഓർഡർ ഓർ ടു ദ ബിയറർ. ഇപ്പം ക്യാഷ് എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് കൊണ്ടുചെല്ലുമ്പോൾ ആ ആൾക്ക് പൈസ കൊടുക്കും. ഒന്നെങ്കിൽ ഓർഡർ അനുസരിച്ച് ആർക്കാണോ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ആൾക്കായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ബിയററിന് അല്ലേ, കൊണ്ടുചെല്ലുന്ന ആരാണോ അയാൾക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ ചെക്ക് ബിയറർ ചെക്കാണോ ഓർഡർ ചെക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ബാങ്ക് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് എ ചെക്ക്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ചെക്കിൻ്റെ ഏകദേശം എല്ലാ പോയിൻറ്റ്സും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊക്കെ നല്ലപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.